നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCC ഇടപെടലിനെ തുടർന്നാണ് രാജി. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജലമോഷണം കണ്ടെത്തി. വെറ്റിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. മമ്മിയൂരിൽ ടോറസ് ലോറിയും മിനി ബസും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മിന്നൽ പരിശോധന നടത്തി. 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. വാർത്തകൾ വിശദമായി. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചു. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയെയും തുടർന്നാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ എത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ BJP അംഗത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി CPM ആരോപണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPMലെ ശുഭ അനിൽകുമാർ മത്സരിച്ചുവെങ്കിലും BJP അംഗമായ AJ രഞ്ജീവിനെ കോൺഗ്രസ് പിന്തുണച്ച് ജയിപ്പിച്ചുവെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ കോൺഗ്രസ് ജനവിധിയെ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും LDF വേലൂർ പഞ്ചായത്ത് കൺവീനർ KG ഗോപിനാഥൻ പ്രസ്താവനയിൽ പറഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് BJP സഖ്യം എന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസിനും കോൺഗ്രസ് CPMനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒഴിവുള്ള വികസന കമ്മിറ്റിയിലേക്ക് BJP അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിൽ CPM അംഗങ്ങൾ എതിർത്തിട്ടില്ലെന്നും സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് നടത്തിയത് വോട്ടിംഗ് പ്രകാരം 3 വികസനത്തിലും ക്ഷേമത്തിലും ആരോഗ്യത്തിലും വനിതാ സംവരണങ്ങൾ നികത്തിയപ്പോൾ ടോസിംഗിലൂടെ വോട്ടെടുപ്പ് നടത്തി തുല്യം വന്ന് ടോസിംഗിലൂടെ അത് കിട്ടിയത് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കിട്ടിയത്. ഇന്ന് ധനകാര്യത്തിലേക്ക് ആരും നോമിനേഷൻ കൊടുക്കാത്ത കാരണം കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഇന്നേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതിന് പ്രകാരം ഇന്ന് ധനകാര്യത്തിലേക്ക് ആരും നോമിനേഷൻ കൊടുക്കാതിരുന്നപ്പോൾ ആ വോട്ടിംഗ് നടത്തിയപ്പോൾ CPMന്റെ ആളുകൾ വോട്ട് ചെയ്തത് കോൺഗ്രസിന്റെ അംഗത്തിനാണ്. കോൺഗ്രസിന്റെ അംഗങ്ങൾ CPMന് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിൽ നറുക്കിട്ട് കോൺഗ്രസിന്റെ അംഗം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അത് കഴിഞ്ഞ് ക്ഷേമവും ആരോഗ്യവും ഒക്കെ ഉണ്ടായപ്പോൾ ഈ CPMന്റെ ആളുകൾ കോൺഗ്രസിന്റെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യലും ഇത് അങ്ങോട്ടും അവരെ അംഗങ്ങളെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങോട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ആ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ാണ് ഒഴിവ് വന്ന ബാക്കിയുള്ള അംഗങ്ങളെ നികത്താനായിട്ടുള്ള തീരുമാനമെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ UDF നുണപ്രചരണങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. UDFന്റെ രാഷ്ട്രീയ ജീർണതയാണ് നുണപ്രചരണങ്ങൾ തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു.
MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, UR പ്രദീപ്, ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയുടെ വെള്ളത്തോൾ നഗർ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാര പത്രത്തിൽ ഒരു വലിയ വാർത്ത ഫ്രണ്ട് പേജിൽ. പുതുക്കാട് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളുടെ വോട്ട് നേടി BJP അംഗത്തിന് വിജയം. ഭരണസമിതിയിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് UDF-ഉം LDF-ഉം BJPയുടെ വനിതാ അംഗമായ സൌമ്യ ടീച്ചർക്ക് വോട്ട് ചെയ്തത്. 17 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 17 വോട്ടും സൌമ്യ ടീച്ചർക്ക് ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ വോട്ട് ചെയ്തത് BJP അംഗത്തിനാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വനിതാ അംഗങ്ങൾ ഉണ്ടായിട്ടും മത്സരിപ്പിക്കാതിരുന്ന BJP ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത് കോൺഗ്രസ് വിവാദമാക്കിയിരുന്നു. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 80,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. ജലമോഷണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാഗത്ത് വെള്ളം കിട്ടില്ല എന്ന് കുറച്ച് നാളായിട്ടൊരു പരാതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പുവെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈൻ ഒരു 75 mm PVC പൈപ്പിന്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു 80,000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണല് പുഴയിൽ നിന്ന് ഉപ്പുമണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി ഇവിടെ കുടിവെള്ളമൂറ്റൽ നടന്നുവരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാനും കൗൺസിലറും കൂടി പരാതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും. മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇവിടുന്ന് പടിഞ്ഞാട്ടിലുള്ള സ്ഥലത്തേക്കൊക്കെ ഉപ്പോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ ചെയ്ത കാരണം ഉപ്പോളം കയറി വീട്ടുകളിലേക്ക്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. 7 ആനകളാണ് ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം നിരവധി എണ്ണപ്പനകൾ ഒടിച്ചിട്ടു. പ്രദേശത്തെ ശിവക്ഷേത്രം ആക്രമിച്ച ആനകൾ തൊഴിലാളികൾ ഉപേക്ഷിച്ച ലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു. നിരന്തരം ആനശല്യം മൂലമാണ് തൊഴിലാളികൾ പ്ലാന്റേഷന്റെ താമസ സ്ഥലം ഉപേക്ഷിച്ചു പോയത്. വേനൽക്കാലമാകുന്നതോടെ മേഖലയിൽ ആനശല്യം രൂക്ഷമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കീറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നതിനു പകരം ബസ് വലത്തുഭാഗത്തു കൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ബസ്സിലിടിച്ചു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിലും തകർത്തു. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലായിരുന്നു സംഭവം. പുറത്തുകാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തരപ്പിള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. അപകടങ്ങൾ പതിവായതോടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 4 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി കളക്ഷൻസ്, മഞ്ജുളാലിന് സമീപത്തെ ദേവകി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴയ ഭക്ഷണം പിടികൂടിയത്. റെസ്റ്റോറന്റുകളിൽ നിന്ന് പഴകിയ ഇറച്ചി, കടലക്കറി എന്നിവയും കഴുകാതെ മുറിച്ചുവെച്ച സവാളയുമാണ് പിടിച്ചെടുത്തത്. സരസ്വതി കളക്ഷൻസിൽ നിന്ന് പഴകിയ കായ വറുത്തത് പിടിച്ചെടുത്തു. ദേവസ്വം പാഞ്ചജന്യം ഗസ്റ്റ് ഹൌസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്ന് നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃപ്രയാർ മേഖലാ സമ്മേളനം കാഞ്ഞാണിയിൽ നടന്നു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. COA മേഖലാ പ്രസിഡന്റ് TM റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സിജോ കുണ്ടുകുളം, മേഖലാ സെക്രട്ടറി KR സുമേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, ട്രഷറർ EL ടോണി, ജില്ലാ സെക്രട്ടറി P. ആന്റണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ ട്രഷറർ CG ജോസ്, KCCL MD P. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EL ടോണി, സെക്രട്ടറി TM റഹീം, ട്രഷറർ PP ഓംപ്രകാശ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കിഴുപ്പിള്ളിക്കര നളന്ദ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ സാമൂഹ്യവിരുദ്ധർ കവർന്നു. 9ഓളം ലോഹ ടാപ്പുകളാണ് നഷ്ടപ്പെട്ടത്. ക്രിസ്തുമസ് അവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 1 മാസം മുൻപാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചത്. ഏകദേശം 5000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി പറയുന്നു. പ്രധാന അധ്യാപിക പോലീസിൽ പരാതി നൽകി. ദേശീയപാതയിലെ കൊരട്ടി ചിറങ്ങര ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. തൃശൂർ എറണാകുളം ദിശയിലാണ് സ്തംഭനാവസ്ഥയെങ്കിൽ വൈകിട്ട് എതിർദിശയിലാണ് കുരുക്ക്. തിങ്കൾ ശനി ദിവസങ്ങളിൽ 1.5 മണിക്കൂറിലധികം കുരുക്കിൽപ്പെട്ടാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതാണ് പ്രധാന പ്രശ്നം. ചിറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മാസങ്ങളായുള്ള ഗതാഗത തടസ്സമെങ്കിൽ ഇപ്പോൾ കൊരട്ടിയിലാണ് കുരുക്ക് രൂക്ഷം. ദേശീയപാത അതോറിറ്റി പ്രശ്നത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ LDF, UDF, STPI അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFും UDFും STPIയും ഒത്തുചേർന്ന് അംഗങ്ങൾക്ക് വോട്ട് ചെയ്തുവെന്നാണ് ആരോപണം. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ, സന്തോഷ് പണിക്കശ്ശേരി, ദിവിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വികസനം, പൊതുമരാമത്ത്, ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ കമ്മിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്.
മത്സരം ഇല്ലാതെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 33 അംഗ നഗരസഭയിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ G. പ്രണവ് വരണാധികാരിയായി. വെള്ളിയാഴ്ചയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുത്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുളത്തിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുപ്പൂർ ഉദുമൽപേട്ട സ്വദേശിനി 48 വയസ്സുള്ള നാഗമ്മയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് SDPIയുടെ വോട്ട്. വികസനകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് SDPI അംഗങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഇതോടെ LDFനെ പരാജയപ്പെടുത്തി ഇരു കമ്മിറ്റികളും കോൺഗ്രസ് നേടി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി LDF നിലനിർത്തി. വോട്ടിംഗിൽ SDPIയും BJPയും വിട്ടുനിന്നു. മാള പഞ്ചായത്തിൽ കൂടുതൽ അംഗങ്ങൾ LDFനാണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച് UDF. വികസനം, ആരോഗ്യ, സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷം UDFനാണ്. ക്ഷേമകാര്യത്തിൽ NDAയ്ക്കാണ് ഭൂരിപക്ഷമുള്ളത്. സ്ഥിരം സമിതിയിലേക്കുള്ള വനിതാ സംവരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണ് നടന്നതെന്ന് CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് പറഞ്ഞു. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് UDF ഭൂരിപക്ഷം നേടിയത് കൂട്ടുകെട്ടിന്റെ ബലമാണെന്നും CPM ആരോപിച്ചു. മാള പഞ്ചായത്ത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും ചേർന്ന് ഭരണം പിടിച്ചെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ ആരോപിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കുമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. സമൂഹ ദിവ്യബലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസന്യോർ ജേസൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജെയിംസ് വടക്കൂട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടന്നു. ബുധനാഴ്ച ആഘോഷമായ തിരുനാൾ ഗാനപൂജ, പ്രദക്ഷിണം, അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ട്രസ്റ്റിമാരായ AC ജെയിംസ്, TV ആന്റോ, ജോഷി തോമസ്, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ ആന്റണി ജോസഫ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ റിജോ ജോർജ് തുടങ്ങിയവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മറ്റത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വാരണാസി കാഴ്ചകളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഒരു കൂട്ടം കലാകാരന്മാർ ക്യാമറയുമായി നടത്തിയ യാത്രയുടെ നേർചിത്രങ്ങൾ കോർത്തിണക്കിയാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. വാരാണസി തീരാക്കഥകളുടെ തുറന്ന പുസ്തകം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ്. ഗംഗാ നദീതീരത്തെ പുലരികൾ, ഘാട്ടുകളിലെ അനുഷ്ഠാനങ്ങൾ, സന്യാസികളുടെ ജീവിതം, ഇടുങ്ങിയ വഴികളിൽ കണ്ട സാധാരണ മനുഷ്യരുടെ ജീവിതം എന്നിവയെ ആഴമുള്ള ദൃശ്യഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വാരാണസിയുടെ കാലാതിവർത്തിയായ സൗന്ദര്യവും ആത്മീയ താളവും ആസ്വാദകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണി പുളിക്കൽ പറഞ്ഞു. വാരാണസിയുടെ ഒരു ചരിത്രവും അവിടുത്തെ ജീവിതവും മറ്റ് സാംസ്കാരിക ചിഹ്നങ്ങളും എല്ലാം കൂടെ ചേർന്ന് വാരാണസിയുടെ ഒരു സ്വഭാവത്തെ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ പരമാവധി ആ ഒരു സ്ഥലത്തിന്റെ സ്വഭാവം കാഴ്ചക്കാരിലേക്ക് എങ്ങനെയാണ് സംക്രമിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷനിലൂടെ. ഇപ്പൊ 12 പേരുടെ ചിത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവര് നിരവധി നല്ല ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. പക്ഷെ അത് തിരഞ്ഞെടുത്ത കുറെ ചിത്രങ്ങൾ, ഏതാണ്ട് 45ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഇന്ന് പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെയുള്ള ക്രമത്തിലാണ് ചിത്രങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. 12 കലാകാരന്മാരുടെ 46 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനം ഈ മാസം അവസാനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. ഗുരുവായൂർ നഗരസഭയിൽ 2 BJP അംഗങ്ങൾ ഹാജരാകാത്തതിനെ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായില്ല. വികസനകാര്യം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് 2 അംഗങ്ങളുടെ കുറവ് വന്നത്. BJP അംഗങ്ങളായ ശോഭ ഹരിനാരായണൻ, കൃഷ്ണപ്രിയ എന്നിവരാണ് തെരഞ്ഞെടുപ്പിന് എത്താതിരുന്നത്. ഇതേ തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന്
വരണാധികാരി എൻ വിജയകുമാർ അറിയിച്ചു. നഗരസഭയിലെ 46 വാർഡുകളിൽ നിന്നുള്ള കൌൺസിലർമാരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കണം. LDF-ലെയും UDF-ലെയും മുഴുവൻ അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. വ്യാഴാഴ്ചത്തെ തെരഞ്ഞെടുപ്പിലും അംഗങ്ങൾ ഹാജരായില്ലെങ്കിൽ ഇവരെ വരണാധികാരി ഏതെങ്കിലും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻചിറ പുളിയലക്കുന്ന് സ്വദേശികളായ കാക്കനാടൻ വീട്ടിൽ സനീഷ്, മതിയത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണിക്കുളങ്ങര സ്വദേശി വൈപ്പിൻകാട്ടിൽ മുഹമ്മദ് സെയ്ദറിനും സുഹൃത്ത് ഹാരിസിനുമാണ് മർദ്ദനമേറ്റത്. മാള SHO സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ PM റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി ചാവക്കാട് പോലീസ് കാഴ്ച കമ്മിറ്റിക്കാരുടെ യോഗം വിളിച്ചു ചേർത്തു. SHO VV വിമലിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കാഴ്ചകൾ സമയക്രമം കൃത്യമായി പാലിക്കണമെന്നും DJ പോലെയുള്ള വലിയ ശബ്ദങ്ങൾ രാത്രി 10-ന് അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. കാഴ്ചകൾക്ക് കൊണ്ടുവരുന്ന ആനകൾക്ക് ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവ ഉണ്ടായിരിക്കണം. ഗതാഗതം തടസ്സപ്പെടുത്താത്ത രീതിയിൽ കാഴ്ചകൾ കൊണ്ടുപോകണമെന്നും ആൾക്കൂട്ടത്തിനിടയിൽ പടക്കം പൊട്ടിക്കാൻ പാടില്ലെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇല്യാസ് കല്ലൂരയിൽ അധ്യക്ഷനായി. ഫഹദ് തങ്ങൾ, സക്കരിയ തങ്ങൾ, ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സഹോദയ കിഡ്സ് ഫെസ്റ്റ് വ്യാഴാഴ്ച ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കും. ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. 22 വേദികളിലായി 3000-ലധികം കുരുന്നുകൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പുന്നേർകുളത്ത് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു, അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ നാലകത്ത്, മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, മീഡിയ കൺവീനർ ഹുസൈൻ ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട എടത്തിരുത്തി മുനയം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ പ്രണവിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലടച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. റൂറൽ ജില്ലയിൽ ഈ വർഷം ഇതുവരെ 82 പേരെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. 237 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തിയതായും റൂറൽ പോലീസ് അറിയിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും SDPI കോൺഗ്രസ് സഖ്യമെന്ന് CPM. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ആവശ്യപ്പെടാതെ SDPI പിന്തുണയ്ക്കുകയായിരുന്നുവെന്ന കോൺഗ്രസ് വാദം പൊളിഞ്ഞെന്ന് CPM തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KK സതീശൻ പറഞ്ഞു. വിജയിച്ച അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നറിയാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ എഡ്വിൻ ജോർജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജീസ് ചാഴൂർ വചന സന്ദേശം നൽകി. നവവൈദികർക്ക് സ്വീകരണം നൽകി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, PI ഹൈസൺ, സേവ്യർ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ വിരവിമുക്ത ദിനം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് അംഗം CL ജോബി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സ്മിത P. ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ്, അധ്യാപകനായ ലിയോദേവ്, ഷെറിൻ ജോജോ തുടങ്ങിയവർ സംസാരിച്ചു.
മനക്കൊടി വെളുത്തൂരിൽ കൊയ്ത്തുത്സവം നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് പ്രഭാകരൻ പനമുക്കത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, വാർഡംഗം ദിലീഷ് കുട്ടിലിക്കൽ, പടവ് സെക്രട്ടറി ജെൻസൺ, ജോയിന്റ് സെക്രട്ടറി P. നരേന്ദ്രൻ, കൃഷി ഓഫീസർ സ്വാതി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. പടിയും കൊച്ചത്ത് മുത്തപ്പൻ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തൻ പീടിക കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പരിചരണത്തിലുള്ള 31 കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സോമൻ കൊച്ചത്ത് കാരുണ്യ പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണിക്ക് ഭക്ഷണ കിറ്റുകൾ കൈമാറി. ക്ഷേത്രസമിതി സെക്രട്ടറി KG മഹേന്ദ്രൻ, കൊച്ചത്ത് കുടുംബസഹായ സമിതി സെക്രട്ടറി KK മോഹസിൻ, കാരുണ്യ ജോയിന്റ് സെക്രട്ടറി K. രവികുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർ ഷിനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പിണ്ടിപ്പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു. വലിയങ്ങാടി അമ്പലം പള്ളിക്ക് മുന്നിൽ നടന്ന സംഗമം കുന്നംകുളം മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കമാലി സുബൈർ അൻവരി, കക്കാട് കാരണവുപ്പാട് മണക്കുളം ദിവാകര രാജ, മലങ്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. വെനിസ്വേലയ്ക്കെതിരെ അമേരിക്ക നടത്തിയ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി മങ്ങാട് സെന്ററിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധയോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. KT സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. TK ശിവൻ, MS സിദ്ധൻ, ജിജി ആന്റോ, PA ബൈജു, KR ശശി തുടങ്ങിയവർ സംസാരിച്ചു. ക്യൂബയെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയ ക്യൂബയെ തകർക്കാനുള്ള ശ്രമം ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും ജനാധിപത്യ രാജ്യങ്ങളെയുമെല്ലാം തങ്ങൾക്കിഷ്ടപ്പെടാത്ത ഏത് രാജ്യങ്ങളെ ആയാലും. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യനോസിന്റെ തിരുനാൾ 8 മുതൽ 13 വരെ ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ദേവാലയത്തിലെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നടക്കും. ശനിയാഴ്ച ദിവ്യബലിക്ക് ശേഷം വിശുദ്ധന്റെ തിരുശേഷിപ്പ് പുറത്തെടുക്കുന്ന കൂടുതുറക്കൽ ചടങ്ങ് നടക്കും. ദിവ്യബലിക്ക് ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത് കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത്, ഫാദർ ബെനറ്റ് എടാട്ടുകാരൻ, കൈക്കാരൻ സാവിയോ കരിപ്പായി, ജനറൽ കൺവീനർ ലിജോ ചാതേലി, പബ്ലിസിറ്റി കൺവീനർ ജോളി കുളങ്ങര എന്നിവർ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഷിക്കാഗോ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന് കോളേജിൽ സ്വീകരണം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സ്റ്റാർട്സും 50 വർഷം മുൻപ് കോളേജിൽ ബിഷപ്പിന്റെ സഹപാഠികളായിരുന്നവരും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. കോളേജ് മാനേജർ മാർ ടോണി നീലങ്കാവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർട്സ് പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ഡോക്ടർ KP നന്ദകുമാർ, KT മാർക്കോസ്, ഷാജു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,795 രൂപ, പവന് 1,01,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCC ഇടപെടലിനെ തുടർന്നാണ് രാജി. കൊടുങ്ങല്ലൂർ BP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജലമോഷണം കണ്ടെത്തി. വെറ്റിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. മമ്മിയൂരിൽ ടോറസ് ലോറിയും മിനി ബസും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം.
ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മിന്നൽ പരിശോധന നടത്തി. 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.